ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പെൻ ഹോൾഡേഴ്സ് ആണ് കേട്ടോ ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും വീട്ടിലൊരു ഐസ്ക്രീം ബോട്ടിൽ ഉണ്ടാവും. അപ്പോൾ വേഗം തപ്പി പിടിച്ച് ബോട്ടിലെടുത്തോ. ഇന്ന് അത് വെച്ചിട്ട് നമുക്കൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഒരു കൗ തീമാണ് കേട്ടോ യൂസ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വൈറ്റ് അടിച്ചു കൊടുത്തത്. വൈറ്റിൽ ബ്ലാക്ക് പുള്ളി വരുന്ന രീതിയിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് സാഹചര്യം അതെൻ്റെ കണക്കുകൂട്ടലുകൾക്കെല്ലാം എതിരായിരുന്നു. വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുത്ത സമയത്ത് അതിൻ്റെ ലെറ്റേഴ്സ് ഒക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ പ്ലാൻ എ മാറ്റി പ്ലാൻ ബി ആക്കി. ഫുൾ ബ്ലാക്ക് അടിച്ചു കൊടുത്തു. ബ്രഷ് കൊണ്ടാക്കുമ്പോൾ അതിൻ്റെ ലൈൻ വീഴുന്നതുകൊണ്ട് തന്നെ ഞാൻ സ്പോഞ്ചാണ് യൂസ് ചെയ്തിട്ട്. കൈ കുറച്ച് മെസ്സി ആവുന്നേ ഉള്ളൂ, സംഭവം നല്ല ഫിനിഷിംഗ് കിട്ടും. ഇനി ബ്ലാക്ക് പെയിന്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം കുറച്ച് വൈറ്റ് പെയിന്റ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഡിസൈൻസ് അല്ലെങ്കിൽ കുറച്ച് ഷേപ്പ് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അങ്ങനെ ബോട്ടിൽ ഫുൾ കവർ ചെയ്തെടുത്തോട്ടാ. ഇത്ര ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആവും. ബട്ട് കൗ തീം ആയതുകൊണ്ട് കൗവിൻ്റെ തലയില്ലാണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ക്ലേ വെച്ചിട്ട് ഒരു ക്യൂട്ട് കുഞ്ഞി തലയും കൂടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വൈറ്റ് ക്ലേ എടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ച് സ്മൂത്ത് ആക്കിയിട്ട് ഇതുപോലൊരു ഷേപ്പ് ആക്കിയിട്ട് റൗണ്ട് ഷേപ്പ് അത്രയും. ഇനി കുറച്ച് ലൈറ്റ് കളർ ക്ലേ എടുക്കുക കേട്ടോ. ഈ കളറിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഈ കളർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് എടുക്കുക, അല്ലെങ്കിൽ ഒരു ബേബി പിങ്ക് ഷെയ്ഡ് എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് പശുവിൻ്റെ മൂക്കാക്കാനാണ്. അങ്ങനെ മൂക്കാന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ക്ലേ ടൂൾ വെച്ചിട്ട് രണ്ട് മൂക്ക് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം രണ്ട് കണ്ണും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണ് വെറുതെ പ്രസ് ചെയ്ത് കൊടുത്താൽ പോരല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കൃഷ്ണമണിയും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവനെ നമ്മുടെ ബോട്ടിലായിട്ടൊന്ന് മാച്ചിങ് ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് ക്ലേ എടുത്തിട്ട് ഇന്നലത്തെ ഇങ്ങനെ ഒന്ന് പിച്ചി എടുക്കുക. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടുമല്ലോ നമുക്ക്. ആ ഷേപ്പ് എന്നിട്ട് ഇതിൻ്റെ മേലിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നല്ലൊരു പുള്ളി പശു ആയില്ലേ. നിൽക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഇവന് കൊമ്പും ചെവിയും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി ക്ലേ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് രണ്ട് പീസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് ഉരുട്ടിയിട്ട് മുകൾ ഭാഗം ഒന്ന് ഷാർപ്പും താഴ്ഭാഗം ഇത്തിരി വൈഡാക്കിയിട്ട് ഇടുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഇത് ഈ കാണുന്ന പോലെ ഒന്ന് നോക്കി ചെയ്യാം കേട്ടോ. ഞാൻ ഓവറായി പറഞ്ഞ് കൊള്ളാക്കുന്നില്ല. പിന്നെ നമുക്ക് രണ്ട് ചെവിയും കൂടി വേണം. അതിന് ഇതുപോലെ സെയിം വലുപ്പത്തിൽ രണ്ട് ബോൾ എടുത്തിട്ട് ഞാനിവിടെ ബ്രഷിൻ്റെ ബാക്ക് ഭാഗം കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെവിയുടെ ഷേപ്പൊക്കെ നമുക്ക് കിട്ടും. അതും ഇതുപോലെ ഒന്ന് അവിടെ ഒട്ടിച്ചു കൊടുക്കുക, കൊമ്പിന് താഴെ. അങ്ങനെ നമ്മുടെ സുന്ദരി പശു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പേപ്പർ യൂസ് ചെയ്തിട്ട് പെൻ ഹോൾഡർ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 15x50 സെൻറ്റിമീറ്റർ വരുന്ന ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതിനെ നീളത്തിൽ 4ആയിട്ട് മടക്കി എടുക്കുക. അത് ഫുൾ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുക കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഗ്രീനും പിങ്കും അതുപോലെ തന്നെ സ്കൈ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഫുൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക, 4 പീസാക്കിയിട്ട്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച പേപ്പറുകളെല്ലാം ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ചുരുട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാതും ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കൗവിൻ്റെ തല അവിടെ വീണെടുക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗ്ലൂ ഗൺ ആക്കിയ സമയത്ത് അത് നേരെ ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് ഞാൻ എന്നിട്ട് ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. തല കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതങ്ങനെ ഇരിക്കാനായിട്ട് ഇത്തിരി പാടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാ പേപ്പറും ചുരുട്ടി എടുത്തിട്ട് പേപ്പർ സ്റ്റിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാത്തിൻ്റെയും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ പീസ് കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് ഒരു കളർ പേപ്പർ കൊണ്ട് അത് കവർ ചെയ്തെടുക്കുക. 4 ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഇത് കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പെൻ ഹോൾഡറിൻ്റെ താഴെ വയ്ക്കാനുള്ള ബേസ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്റ്റിക്കുകളെല്ലാം ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. മുകളിലായിട്ട് അടുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും കേട്ടോ. പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് വെച്ചിട്ട് അത്ര ലൈറ്റ് വെയിറ്റ് ഒന്നുമല്ല. അത്യാവശ്യം പേനകളൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വാച്ചൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു ബോക്സ് കിട്ടില്ലേ? ആ ബോക്സും കുറച്ച് പോപ്പ് സ്റ്റിക്കും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പെൻ ഹോൾഡർ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഈ ബോക്സിൻ്റെ മുകളിലേക്ക് ഈ പോപ്പ് സ്റ്റിക്കൊക്കെ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ഇനി അവനെ നമുക്കൊന്ന് ക്യൂട്ടാക്കി എടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഇത്തിരി ക്ലേ എടുക്കുക. ഇനി നന്നായി ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നീളത്തിലാക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെയിം പീസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതെല്ലാം ഉരുട്ടിയിട്ട് കുറച്ച് ബോളുകളാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് തണ്ടുകളും ഇലകളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഒരുവിധ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഗ്രീൻ കളറാവും. അതിൻ്റെ കൂടെ ഇത്തിരി ബ്ലാക്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നാച്ചുറൽ ഗ്രീൻ കിട്ടും കേട്ടോ നമുക്ക്. ഇനി തീരെ കട്ടിയില്ലാണ്ട് നീളത്തിലൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക കേട്ടോ.
ഇപ്പം തന്നെ ഏകദേശം ഞാനൊരു ഫ്രൂട്ടാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാനൊരു പ്ലം ആണ് അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഈ ഉണ്ടാക്കി വെച്ച ബോളുകളിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ 2 തണ്ടും വെച്ച് കൊടുക്കുക. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പ്ലം എല്ലാം നമ്മുടെ പെൻ ഹോൾഡറിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ 3ാമത്തെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കാർഡ്ബോർഡ് പെൻ ഹോൾഡർ ഉണ്ടാക്കാം കേട്ടോ. നേരത്തെ കാണിച്ച പെൻ ഹോൾഡർ ഒന്നും ചെയ്യാനുള്ള സാധനങ്ങളില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് കാർഡ്ബോർഡ് എങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടും സിമ്പിളായിട്ട് നമുക്ക് പെൻ ഹോൾഡർ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ പെയിൻറ്റ് വെച്ചിട്ടോ മാർക്കർ വെച്ചിട്ടോ ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ മാർക്കർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പാണ്ടേനൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കൂടെ ഞാനൊരു ബോ കൂടെ ചെയ്യുന്നുണ്ട്. മാർക്കർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തു, എന്നിട്ട് റെഡ് സ്കെച്ച് വെച്ചിട്ട് ഞാൻ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഈ പിക്ചർ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. പെൻസിൽ കൊണ്ട് വരച്ചതിൻ്റെ മാർക്കൊക്കെ അതിലുണ്ടായിരുന്നു, അത് ഞാൻ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് സെയിം അളവിൽ ഒരു പാണ്ടയുടെ ഷേപ്പ് നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. ഇത് പെൻ ഹോൾഡറിൻ്റെ പിന്നിലായിട്ട് വെക്കാനായിട്ടാണ്. ഇതിൻ്റെ മുകളിലും വൈറ്റ് പേപ്പർ കൊണ്ട് നമുക്ക് കവർ ചെയ്തെടുക്കണം. അങ്ങനെ 2 സൈഡും കവർ ചെയ്തതിന് ശേഷം ബാലൻസ് വന്ന പേപ്പറൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഈ ബോക്സ് ഞാനന്ന് ക്ലേ വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇങ്ങനെ വല്ല കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. എന്നിട്ട് ഇതും കൂടെ ഒന്ന് വൈറ്റ് പേപ്പർ കൊണ്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. ആകെ ഫുള്ളൊരു വൈറ്റ് മയാണല്ലേ, നിങ്ങൾക്ക് വേണമെച്ചത് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് പിന്നെ മടി തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെയിൻറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച പാണ്ടക്കുട്ടന്മാരെ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കൂടെ നമ്മൾ ക്യൂട്ടാക്കാനായിട്ട് ഉണ്ടാക്കി വെച്ച ബോ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ബോക്സിൽ നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഒരു ഇത്തിരി ഭാഗം ഫില്ലാവാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ പാണ്ടസാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മൾ 4 പെൻ ഹോൾഡേഴ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.